ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. എന്തായാലും കഴിഞ്ഞ വീക്ക് നല്ലൊരു ബുള്ളിഷ് വീക്ക് ആയിരുന്നു അല്ലേ. പ്രൈസ് ബിയറിഷിലേക്ക് വലിയ സാധ്യതകളൊന്നും തന്നില്ല. എന്നാലും നമുക്ക് ചെറിയ എൻട്രികളൊക്കെ ബിയറിഷിലേക്ക് കിട്ടി. പക്ഷെ നല്ല ബുള്ളിഷിലേക്ക് പ്രൈസ് മൂവ് ചെയ്തു. NFE സമയത്ത് പോലും പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം ഈ മന്ത് എന്താണ് സംഭവിച്ചതെന്ന്. ഓൾറെഡി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിന് മുമ്പത്തെ മാസം ഇൻസൈഡ് ക്യാൻഡിലായിരുന്നു. ഈ മാസം ഇപ്പോഴും ഇൻസൈഡ് ക്യാൻഡിൽ തന്നെ ഇരിക്കണേണ്. ഏകദേശം നമ്മുടെ മെയ്യിൽ അല്ലെ, മെയ് ജൂൺ ജൂലൈ, അപ്പൊ മെയ്യിലെ ക്യാൻഡിലിന്റെ ഇൻസൈഡിൽ തന്നെയാണ് പ്രൈസ് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമുക്ക് വീക്കിലേക്ക് നോക്കാം. വീക്കിലേക്ക് നോക്കിയാൽ ഓൾറെഡി പ്രൈസ് വീക്ക് ബുള്ളിഷിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പൊ നമ്മൾ വീക്കിന്റെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് വേറെ ഒന്നും പറയാനൊന്നുമില്ല. വീക്കിന്റെ രീതിയിൽ പ്രൈസ് ഇനി ബിയറിഷ് ആകുന്നോ ബുള്ളിഷ് ആകുന്നൊന്നും നമുക്ക് സംസാരിക്കാനില്ല. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഡേയുടെ സ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി പ്രൈസ് നേരത്തെ മേജർ ഹൈ വന്നു, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു പോയി. ഇപ്പോഴത്തെ മേജർ ഹൈ ഈ പറയുന്ന IFC ക്യാൻഡിലാണ്. ഈ IFC ക്യാൻഡിൽ പ്രൈസ് നോക്കിക്കഴിയുമ്പോൾ അതിൽ എൻ്റെ സെക്കൻഡ് ക്യാൻഡിലിന് FVG ഉണ്ട്. അപ്പോൾ ഈ FVGയിൽ വന്ന് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് റിയാക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഒരു പക്ഷേ ബിയറിഷിലേക്ക് ചേഞ്ച് ആകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുന്നത് ഇവിടെ നിന്ന് ബിയറിഷ് ആകാനാണ് സാധ്യതയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഉറപ്പായിട്ട് മൂവ് ചെയ്യുമെന്ന് പറയില്ല. സ്ട്രക്ചർ ഈസ് ബുള്ളിഷ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്ട്രക്ചർ ബുള്ളിഷാണ്. നിങ്ങൾ സെല്ലിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബുള്ളിഷിലേക്കായിരിക്കും സാധ്യതകൾ കൂടുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടി നിങ്ങൾക്ക് സെല് ചെയ്യാം. ചെറിയ ഷോർട്ട് ടൈം സെല് ചെയ്യാം. ലോങ് ടൈം ആണെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ഒക്കെ പിടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ ഒരു സെറ്റപ്പ് അതാണ്. അപ്പോൾ നമുക്ക് ഡേയുടെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ പ്രൈസ് ഇപ്പോഴും ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം തേഴ്സ്ഡേയും അതേപോലെ ഫ്രൈഡേയിലത്തെ ക്യാൻഡിലാണ് ഇത്രയും ബുള്ളിഷ്. ബാക്കിയുള്ള ദിവസങ്ങൾ നോക്കിയാൽ വളരെ റേഞ്ചിലാണ് പ്രൈസ് നിന്നയിച്ചത്. പിന്നെ NFE ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ 4 ഹവറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു. എനിക്ക് കഴിഞ്ഞ നമ്മുടെ വീക്ക്ലി അനാലിസിസ് പറഞ്ഞാന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ വാട്സാപ്പിന്റെ ചാനലിന്റെ, അതിൽ ഞാൻ ഓൾറെഡി ഈ സ്ട്രക്ചർ ഞാൻ അழைച്ചിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ഇവിടെ നിങ്ങൾക്ക് സെല്ല് നോക്കാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ബൈ നോക്കാന്ന്. നല്ല ബൈ സെറ്റപ്പ് ഒക്കെ കിട്ടിയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനൊരു ബൈ എടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് എടുത്ത ആ ഒരു ബൈ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൽ അത് ഇട്ടതോടെ ഒരുപാട് പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ അങ്ങോട്ടുള്ള ബൈ ഞങ്ങൾ നോക്കിയിരുന്നു, നല്ല പ്രോഫിറ്റ് കിട്ടി, അപ്പൊ ഇങ്ങോട്ടുള്ള സെല്ലും നോക്കിക്കൂടെ എന്ന് വെച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ന്യൂസിന് മുമ്പാണ് ഇത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, നല്ലൊരു കൺഫർമേഷൻ കിട്ടുക. പക്ഷെ ഏകദേശം ഒരു 100 വിപ്പൊക്കെ സുഖമായിട്ട് കിട്ടി. പല ആൾക്കാരും ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് അടിച്ച് തന്നു. പക്ഷെ പ്രൈസ് നല്ല ബുള്ളിഷാണ്. ഇനി NFE കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈ ഇമ്പാക്ട് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യും. ഒന്നാമത് ഫ്രൈഡേയും കൂടിയാണ്. അപ്പൊ ആ സമയത്ത് ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ഫാർ ബെറ്റർ. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 4 ഹവറിന്റെ ഉണ്ടായിരുന്നതെല്ലാം ബ്രേക്ക് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്തു, മേളിലേക്ക് വന്നിട്ട്. നേരത്തെ ഇത് 4 ഹവറിന്റെ ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. 1 ഹവറിന്റെ ഓർഡർ ഫ്ലോയിൽ നിന്നാണ് നമ്മൾ ഇത് നോക്കിയത്. അതിനുശേഷം ഇവിടെ ഒരു എനിക്കൊന്ന് 1 ഹവറിന്റെ ഒരു ഇതെല്ലാം എക്സ്റ്റേണൽ അല്ല കേട്ടോ, ഇന്റേണൽ സ്ട്രക്ചറിന്റെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര 50-50 ചാൻസേ ഉള്ളു. അപ്പൊ നമുക്ക് പ്രൈസ് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോന്നിട്ടുണ്ട്. എന്നാലും പ്രൈസ് ബുള്ളിഷാ. നിങ്ങൾക്ക് ബൈയിലേക്ക് കിട്ടുന്ന സാധ്യതകൾ പരമാവധി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ 1 ഹവറിലൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ന്യൂസ് സമയത്ത് വന്നു കഴിഞ്ഞാൽ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ന്യൂസിന് ശേഷം എടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയുള്ള ന്യൂസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇതേപോലെയുള്ള ന്യൂസുകളിൽ നിങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾ നോക്കുക, ഒരിക്കലും ട്രേഡിലേക്ക് കയറരുത്. ട്രേഡിലേക്ക് കയറാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും വലിയ മൂവ്മെന്റുകൾ ഉണ്ട്, അപ്പൊ നമുക്ക് പെട്ടെന്ന് ചാടി ട്രേഡിലേക്ക് കയറണം എന്നുള്ള തോന്നൽ വരും. അതൊക്കെ ബ്രേക്ക് ചെയ്ത് കളയുക. അതൊന്നും ഒരിക്കലും ആ ഒരു ഇമോഷന്റെ പുറത്ത് ട്രേഡ് എടുക്കരുത്. മനസ്സിലായോ? വോളിയം ഉണ്ടെന്ന് കാണുമ്പോൾ ചാടി ട്രേഡിന് കയറുന്ന ആളുകൾ ഇന്നേ വരെ ഒരാൾ പോലും പ്രോഫിറ്റബിൾ ആയിട്ടില്ല. പ്രോഫിറ്റബിൾ ആയിട്ടെന്ന് ചിലപ്പോൾ അവർ വിചാരിക്കും ഞാൻ കഴിഞ്ഞ ന്യൂസിൽ പ്രോഫിറ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഒരു 10 ന്യൂസ് നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കുക, നിങ്ങൾ ടോട്ടൽ ലോസിലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ന്യൂസ് ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ്. ന്യൂസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ട്രേഡൊക്കെ ഇടിയിക്കാനായിട്ട് തോന്നിപ്പിക്കും. പക്ഷെ ചെയ്യരുത്. എനിക്ക് അത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാ ന്യൂസുകളും നമ്മൾ പറയുന്നത് പോലെ തന്നെ ശ്രദ്ധിച്ചാൽ ഏറ്റവും ബെറ്റർ ആണ്. ഓക്കെ, നമുക്കിപ്പോൾ 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ NFE സമയത്ത് പ്രൈസ് നിർണ്ണയിച്ചത് ഇതാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ഞാൻ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മുടെ പബ്ലിക് ചാനൽ അല്ല, എൻ്റെ പേഴ്സണൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇത് ഞാൻ ഈ ഒരു OBയും നേരത്തെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്
വാലിഡ് അല്ല, ഇവിടെ വന്നാൽ എടുക്കില്ല. അത് ആ ഒരു ഇമോഷനാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ വോളിയം കിട്ടിയാലോ. NFP ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 4-5 മണിക്കൂറിൽ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇവിടെയാണ് പ്രൈസ് നിർണ്ണയിച്ചത്. പെട്ടെന്ന് തന്നെ പ്രൈസ് താഴേക്ക് പോയി. അതായത് പ്രൈസ് താഴേക്ക് പോയപ്പോൾ ആളുകളുടെ ഇമോഷനാണ് പ്രൈസ് താഴേക്ക് പോയി. എല്ലാവരും വിചാരിച്ചത് എന്താണ്, ബുള്ളിഷാണ്. ടോട്ടലി നമ്മുടെ ടോട്ടൽ നോക്കുമ്പോൾ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈ സൈഡാണ് പിടിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് അടക്കം ഇൻവെസ്റ്റേഴ്സിന് ബൈ സൈഡേ പറ്റുള്ളൂ. അപ്പോൾ ഈ റീറ്റെയിൽ സ്ട്രാറ്റജി, പാറ്റേൺ ട്രേഡേഴ്സ് എല്ലാവരുടെ സെറ്റപ്പിൽ ബൈയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ബൈയിൽ നിൽക്കുമ്പോൾ അന്നത്തെ ദിവസം ഇനി പ്രൈസ് മേളിലേക്ക് പോകും എന്നുള്ള അവരുടെ ധാരണ കറക്റ്റാണ്. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷന് അവർക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, ലിക്വിഡിറ്റി എടുക്കും. അതായത് ഇവിടെ നിന്ന് ബൈ എടുത്ത് ആ ദിവസം നിൽക്കുന്ന ആർക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടില്ല, ട്രേഡ് പ്രോഫിറ്റിൽ എത്തിക്കില്ല. അവരെല്ലാവരും എന്ത് ചെയ്യും, ഒറ്റ ഒറ്റ സെക്കൻഡിൽ അവരെല്ലാവരെയും ലിക്വിഡേറ്റ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, വലിയ ലോട്ട് സൈസ് ഇവിടെ നിന്ന് ഇടും. ഏറ്റവും വലിയ ഒരു ട്രേഡ് ഇവിടെ നിന്ന് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഈ ഒരു വിക്ക് അതോടെ അവിടെ അവസാനിച്ചു. പ്രൈസ് നോക്കിയേ, നമ്മൾ 50 മിനിറ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഒരു IFC ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തോരം വലിയ ഫണ്ട് ഇട്ടിട്ടുണ്ടെന്ന് നോക്കിയേ. നമുക്കിതൊന്ന് മെഷർ ചെയ്യാം, എത്ര വോളിയം ഉണ്ടെന്ന്. അല്ലേ, കാണുന്നില്ല. ഏകദേശം ഒരു $28 മൂവ്മെന്റ് ഉണ്ട്. $28 മൂവ്മെന്റ് 1-2 മിനിറ്റ് കൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രില്യൺ ആയിരിക്കും ഇട്ടിരിക്കുന്നത്, ബില്യൺ ഒന്നും അല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രോഫിറ്റ് വേണം. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് കിട്ടി, ഇവിടെ നിന്ന് എല്ലാവരുടെയും ലിക്വിഡിറ്റി, വലിയ വലിയ ഹെഡ്ജ് ഫണ്ട് കമ്പനികൾ അടക്കമുള്ളവരുടെ ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്. വെച്ചാൽ അത്രയും വലിയ ഒരു വിക്കാണ് താഴേക്ക് പോകുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോൾ ഒരുപാട് പേര് എന്ത് ചെയ്യും, സെല്ല് നോക്കുക അല്ലെ. പ്രൈസ് ഇനി ഒട്ടനെ ബിയറിഷിലേക്ക് പോകുക എന്താ വെച്ചാൽ പ്രൈസ് ഏറ്റവും നല്ലൊരു സെല്ലിംഗ് പൊസിഷനാണ് നിൽക്കുന്നത് എന്നുള്ള തോട്ട് ഓൾറെഡി എല്ലാവരും ഉണ്ട്. പക്ഷെ ബൈ സൈഡ് പ്രൈസ് പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ബൈ സൈഡ് നിൽക്കുന്നെന്ന് മാത്രം പെട്ടെന്ന് സെല്ല് ചെയ്യും. ആ സമയത്ത് എന്ത് സംഭവിക്കും, പ്രൈസ് കയറി വരും. അപ്പൊ ഇവിടെ നിന്ന് വീണ്ടും പോകുമെന്ന് വിചാരിക്കും, ഇതിന്റെ മേളിലൊക്കെ ഹൈ ഒക്കെ കൊണ്ടുപോയി വെക്കും. പക്ഷെ ഇതെല്ലാം കിട്ടി. അതായത് ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടിരിക്കുന്ന ട്രേഡ് നല്ല പ്രോഫിറ്റിൽ മൂവ് ചെയ്തു തുടങ്ങും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NFP സാധാരണ ഒരു ഇപ്പൊ വേറൊരു ന്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഹൈ ബാക്ട് ന്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്കിലോ ഓർഡർ ഫ്ലോയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. പക്ഷേ NFP അതേപോലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്, CPI ന്യൂസ്, ഇങ്ങനെയുള്ള സമയത്തൊന്നും നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകാതിരിക്കണം. മാറി നിൽക്കുക. ഓൾറെഡി നമ്മൾ പ്രോഫിറ്റിലാണ്, ഹാപ്പിയാണ്. മാറി നിന്നാൽ മാത്രം മതി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു. ഏകദേശം നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, മനസ്സിലായോ. ഇപ്പൊ ഏകദേശം ഒരു 1:3, 1:4 ഞാൻ ഏകദേശം ഇതായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. പക്ഷെ ഫസ്റ്റ് നമ്മളിവിടെ വന്ന് ട്രിഗർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ട്രേഡ് വരുന്നു. സെക്കൻഡ് ട്രേഡ് ഇവിടെ നോക്കിയപ്പോൾ ബോഡി ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഈ ട്രേഡ് ബ്രേക്ക് ഈവൻ സെറ്റിൽ ചെയ്തു. പക്ഷെ അത് ബ്രേക്ക് ഈവൻ അടിച്ചു. പിന്നെ ഞാൻ ട്രേഡ് ഒന്നും എടുത്തില്ല. ഇപ്പൊ ഈ ഒരു മൂവ്മെന്റിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10 ഡോളറിന് മേലെ ഇറങ്ങിയിട്ടുണ്ട്. കറക്റ്റല്ലല്ലോ, ഓക്കെ കഴിഞ്ഞാൽ കേട്ടോ. $10 മേല് നമുക്ക് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 100 ഇപ്പൊ നല്ലൊരു സെറ്റപ്പാണ്. അതെടുത്ത് മാറുക ഏറ്റവും നല്ലതാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടാർഗറ്റ് കിട്ടാവുന്നതാണ്. അപ്പൊ നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് അവിടെ നിന്ന് മാറിയായിരുന്നെങ്കിൽ പല ആൾക്കാർക്കും എന്ത് ചെയ്യാറുണ്ട്, പ്രോഫിറ്റബിൾ ആകുന്നത്. എനിക്കൊന്ന് എൻ്റെ പല സ്റ്റുഡൻസും ഈ ഒരു ട്രേഡിൽ ലോസ് ഒന്നും വരുത്തിയിട്ടൊന്നുമില്ല. എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് ആണ് ഇനി വരുന്ന ദിവസങ്ങളത്തെ മൂവ്മെന്റ് നമുക്ക് നോക്കി കാണാം. പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഈ ഒരു സെറ്റപ്പ് നോക്കുക. ഇങ്ങോട്ട് എന്തായാലും പ്രൈസ് വരാതിരിക്കില്ല, മനസ്സിലായോ. ഇങ്ങോട്ട് എന്തായാലും പ്രൈസ് വരാറില്ല. അപ്പൊ വരാതിരിക്കില്ല. പ്രൈസ് ചിലപ്പോൾ നാളെ ഒരു പുൾ ബാക്ക് എടുക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ വന്ന് ഇതിൽ വന്ന് ട്രിഗർ ആകാം. ട്രിഗർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ടൈം നല്ല രീതിയിൽ ട്രേഡ് എടുക്കാം. നല്ലൊരു ഹൈ കൺഫർമേഷൻ കിട്ടിയാൽ ലോങ് ടൈം ട്രേഡ് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഗോൾഡിൽ പറയാനുള്ളത്. നമുക്ക് നേരെ GBP/USD വരാം. എനിക്കൊന്ന് ഓൾറെഡി എല്ലാ പേഴ്സും നല്ല രീതിയിൽ ബുള്ളിഷ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, അല്ലെ. കഴിഞ്ഞ ആഴ്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ മന്തിന്റെ ക്യാൻഡിൽസ് വരികയാണെന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ബുള്ളിഷ് ആയിരുന്നു കറൻസിയും അതേപോലെയുള്ള എല്ലാം. ഇപ്പൊ നമ്മൾ മന്തിന്റെ നോക്കിക്കഴിയുകയാണെങ്കിൽ ഓൾറെഡി ഒരു ഇൻസൈഡിൽ തന്നെയാണ് ഈ ക്യാൻഡിൽ നിൽക്കുന്നത്. ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ല് നോക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു സെല്ലായിരിക്കും അത്. പ്രൈസ് ഒരു റേഞ്ചിൽ തന്നെയല്ലോ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു സെല്ല് നോക്കാവുന്നതാണ്. വേറെ ഒന്നും മന്തിന്റെ സ്ട്രക്ചറിൽ കാണുന്നില്ല. അപ്പോൾ നമുക്ക് മന്തിന്റെ മേളിലൊരു
OB ഉണ്ട്. ഈ മിക്കവാറും ഇങ്ങോട്ട് വന്നോന്നുണ്ടെങ്കിലും ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം പ്രൈസ് താഴേക്കൊന്ന് വരും, എന്നിട്ടായിരിക്കും ഇങ്ങോട്ട് കയറുന്നത്. അതിനെ സാധ്യതയുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സെല്ല് നോക്കാവുന്നതാണ്. വീക്കിന്റെ സ്ട്രക്ചർ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വീക്കിന്റെ സ്ട്രക്ചറിലും കാര്യമായിട്ടൊന്നുമില്ല. ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹൈ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അപ്പൊ ആ മന്തിന്റെ ഹൈ മിക്കവാറും ഇതായിരിക്കും. ചിലപ്പോൾ പ്രൈസ് ഒന്നും കൂടി മേളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹൈ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെല്ല് നോക്കാം. അതേപോലെ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ബൈ, ഞാനൊരു സെല്ല് നോക്കാന്ന് പറയുമ്പോൾ അങ്ങ് ആ സൈഡിലേക്കുള്ള ബൈ നിങ്ങൾക്ക് നോക്കാം. ഞാനൊരു ബൈ നോക്കാന്ന് പറയുമ്പോൾ പ്രൈസ് ആ POയിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്ന സെല്ല് നിങ്ങൾക്ക് നോക്കാം. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരു സെല്ല് നോക്കാന്ന് പറയുമ്പോൾ അത് മാത്രം നോക്കി നിൽക്കല്ലേ. അതിനുള്ളിലുള്ള സെക്ഷൻ്റെ നോക്കാം, പ്രീവിയസ് ഡേ, വീക്ക്, മന്ത്, അതേപോലെ ഇന്ത്യയിലെ സ്ട്രക്ചർ, ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ട്രേഡ്സ് കിട്ടും. അങ്ങനെയുള്ള ട്രേഡുകൾ പരമാവധി എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ ഹാപ്പിയാണ്. 100% മേലാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. വേറൊരാളുടെയും നോക്കാറില്ല. നമ്മൾ കേൾക്കും, നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് അതിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കുക, അല്ലാതെ നമ്മൾ അവർ പറയുന്നത് പോലെ ഒരിക്കലും ചെയ്യുകയില്ല. അപ്പൊ നിങ്ങളും അതേപോലെ തന്നെ, നിങ്ങൾക്ക് നല്ലൊരു റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ലൊരു അനാലിസിസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത്, എൻ്റെ ഇതിൽ ഞാൻ ഇത്രയും നാളായിട്ട് എനിക്ക് ഇന്നേ വരെ തെറ്റിയിട്ടില്ല. അതുകൊണ്ട് നല്ല ട്രേഡ്സുകൾ കിട്ടുന്നുണ്ട്, നല്ല എൻട്രികൾ കിട്ടുന്നുണ്ട്, പ്രോഫിറ്റിൽ പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇന്ന് വളരെയധികം ഹാപ്പിയാണ്. ഇന്ന് ഇമോഷണലി ഒരു പെർസെൻറ്റേജ് പോലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യല, മനസ്സിലായോ? ഇപ്പൊ ഞാൻ മാസങ്ങൾ അല്ലെങ്കിൽ ഏകദേശം ഒരു വർഷമായിട്ട് ഇമോഷണലി ചെറുതായിട്ട് പോലും ഞാൻ ഒന്ന് വീക്കായിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇത്രയും നാളില് ട്രേഡ് പ്രോഫിറ്റിൽ പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്കൊരു 2.5-3 വർഷമായിട്ട് റെഗുലറി പ്രോഫിറ്റ് ആവുകയാണ്. എല്ലാ മാസവും പ്രോഫിറ്റ് ആണ്. അതിനകത്ത് 1-2 വീക്ക് നോക്കിയ ചെറിയ ലോസും കാര്യങ്ങളും. ഇപ്പൊ വീക്കിലി പ്രോഫിറ്റ് പോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ വരെ, ഒരു വർഷത്തിന് മേലെ ഒരു വട്ടം പോലും നമുക്കത് ബ്രേക്ക് ആയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കൊന്നും തന്നെ നമ്മൾ നല്ല ട്രേഡിൽ മാത്രം കയറും. നമുക്ക് അധികം ട്രേഡ് ഒന്നും വേണ്ട. ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഒരു അക്കൗണ്ടിൽ എടുക്കുന്ന ഏകദേശം 5 ട്രേഡ് എടുത്തു. അതിൽ 2 ട്രേഡ് SL ആണ്, ഒരു 3 ട്രേഡ് പ്രോഫിറ്റ് ആണ്. ഈ 3 ട്രേഡ് പ്രോഫിറ്റ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയില്ലേ. ഓൾറെഡി ഞാൻ നമ്മളുടെ ഒരുപാട് ട്രേഡ് എടുക്കാം. ഞാൻ ഇപ്പോൾ ഷോ ചെയ്യുന്ന അക്കൗണ്ടിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപാട് ട്രേഡ് ഉണ്ട്. ഒരുപാട് ട്രേഡ് ഉണ്ട്, എണ്ണിയിട്ടില്ല. ഒരു ആഴ്ചയിൽ ഒരു 5-6 ട്രേഡ് വെച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 10-30 ട്രേഡ് നിങ്ങൾക്ക് അവിടെ കാണാം. അതിന്റെ അകത്ത് 30 ട്രേഡിൽ ഒരു 50% ട്രേഡും ബ്രേക്ക് ഈവൻ SL ആണ്. പക്ഷെ കുറച്ച് ട്രേഡുകൾ മാത്രമേ TP അടിച്ചിട്ടുള്ളൂ. പക്ഷെ ഏകദേശം $5,000 മേലിൽ പ്രോഫിറ്റ് ഉണ്ട്, ഏകദേശം 6,000 മേലിൽ അതിൽ പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഹാപ്പിയാണ്. അത്രയും കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് ഹാപ്പിയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ഇമോഷണൽ ബാധിക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കാർ ഡ്രൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന ഒരുപാട് ചിന്താഗതിയുണ്ട്, പല പ്രശ്നങ്ങളും നമ്മൾ അതിൽ കാണും. പക്ഷെ നമ്മളത് എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നമ്മൾ പണ്ട് കണ്ട പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുക കൂടിയില്ല. അങ്ങനെ പുതിയതായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, അത് വളരെ സിമ്പിൾ ആണ്, ഇത് ഇത്രയും ഉള്ളെന്ന് പറയാം. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഭാവിയിൽ ഡെവലപ്പ് ആകുമ്പോൾ ഇതൊന്നുമല്ല നമ്മളെ സംബന്ധിക്കുന്നതെന്ന് പറയാം. അപ്പൊ നമ്മൾ അന്നത്തെ ചെറിയ ചിന്താഗതിയിൽ കാണുന്ന പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ലോസ്, ഇമോഷൻസ്. ഒരിക്കലും ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഹൈ ഡിപ്രഷൻ ആയിരിക്കും, ഭയങ്കര ഇമോഷൻസ് ഉള്ള ആളാണ്, ഭയങ്കരമായിട്ടും കൺട്രോൾ ചെയ്യേണ്ട ആൾ, ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. നിങ്ങൾക്കൊരു മിനിമം ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളി ട്രേഡറാണ്. ഇപ്പൊ പുറത്തൊക്കെ യൂറോപ്യൻ കൺട്രികളിലത്തെ കോഴ്സൊക്കെ ഞാൻ എടുത്തേക്കണോണ്ട് അവർ പറയുന്നത് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പൊ നിങ്ങളൊരു MBBS ഡോക്ടർ ആണെങ്കിൽ 5 വർഷം പഠിക്കണ്ടേ, വീണ്ടും ഒരു 3-4-5 വർഷം പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് നല്ലൊരു സാലറിയിലേക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അതിനകത്ത് ബെസ്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ വിചാരിക്കുന്ന ഡ്രീമിലേക്ക് നിങ്ങൾ എത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണ ഡോക്ടറായി തന്നെ മാറും. ഏകദേശം ഒരു സർക്കാർ ജോലിക്കാരന്റെ ആ ഒരു സാധ്യതകൾ മാത്രമേ അതിൽ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങളൊരു 5 വർഷം നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 5 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിചാരിക്കുന്ന എല്ലാം അത് നടത്തിയെടുക്കാം. പക്ഷെ പല ബിഗിനേഴ്സ് പോലും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ മാർക്കറ്റിൽ കാണുന്ന 3 ദിവസം കൊണ്ട് ട്രേഡ് പഠിപ്പിക്കാം, 3 മാസം കൊണ്ട് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആക്കാം, 3 ദിവസം കൊണ്ട് ആക്കാന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 250 രൂപ തന്നു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആക്കാന്ന്. ഇതൊക്കെ വെറും വാഗ്ദാനമാണ്. അവർക്ക് ആ 250 രൂപ 3 ദിവസം നിങ്ങളെ പഠിപ്പിച്ചാൽ കിട്ടുന്ന കാശ് ഒരിക്കലും വാങ്ങില്ല. മിനിമം ഒരു 6 മന്ത് ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ നല്ലൊരു കോഴ്സ് പഠിച്ച് ഒരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴി തുറന്നു കിട്ടും. അതാണ് എൻ്റെ കോഴ്സിന്റെ പ്രത്യേകത. എന്താണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ജോലിയുടെ ഒപ്പം ആയിക്കോട്ടെ, വേറെ എന്ത് പഠിച്ചുകൊണ്ടിരിക്കണോ ചെയ്തോട്ടെ, നിങ്ങൾ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ മാറാൻ പറ്റും. ഒരിക്കലും ട്രേഡിൽ നിങ്ങൾ നശിക്കില്ല, ട്രേഡിൽ നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും.
അപ്പോൾ ഇത്രമേ പറയാനുള്ളത്. നമുക്ക് ഡേയിലേക്ക് വരാം, നമ്മുടെ GBP/USD. അപ്പോൾ GBP/USD ഡേയിൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഓൾറെഡി, ഇത് നമ്മളെന്നും പറയുന്നതാണ്, പ്രൈസ് ഇപ്പോൾ ഓൾറെഡി ബിയറിഷ് ചേഞ്ച് ഓഫ് കാരക്ടർ ഇരിക്കണേന്. പക്ഷെ ബിയറിഷ് ചേഞ്ച് ഓഫ് കാരക്ടർ ആയതുകൊണ്ട് ഒരിക്കലും അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൈസ് എപ്പോഴൊക്കെ ബുള്ളിഷ് ആകാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അത് ചെയ്യും. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലോങ് ടൈം ട്രേഡ് എടുക്കാവുന്നതാണ്. 4 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4 അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സെല്ല് നോക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് തന്നെ ബോഡി ബ്രേക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് മൂവ്മെന്റിൽ തന്നെ. സെക്കൻഡ് മൂവ്മെന്റിൽ ഇവിടെ ബോഡി ബ്രേക്ക് തന്നിട്ടുണ്ട്. ഫോർത്ത് മൂവ്മെന്റിൽ ഇവിടെ ഇവിടെ ഫസ്റ്റ് മൂവ്മെന്റ് ലിക്വിഡിറ്റി ഗ്രാബാണ് നടത്തിയിരിക്കുന്നത്. സെക്കൻഡ് മൂവ്മെന്റ് ആണ്. അപ്പൊ എന്തായാലും നല്ലൊരു മൂവ്മെന്റ് എടുത്തേക്കണതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സെല്ല് കിട്ടും. നിങ്ങൾക്ക് മിനിമം ഈ 4 അവറിന്റെ ഐഡിയയും പിന്നെ ഈ ഒരു ഇംബാലൻസ് ഒക്കെ വരെ നല്ലൊരു ലോങ് ടൈം ട്രേഡ് എടുക്കാവുന്ന ട്രേഡ് ആയിരിക്കും. ചിലപ്പോൾ ആഴ്ചകളോളം ഹോൾഡ് ചെയ്യേണ്ടി വരും. അത് ഞാനുള്ള കാര്യം പറയാം, പെട്ടെന്നൊന്നും കിട്ടണമെന്നില്ല. അപ്പൊ നമുക്ക് 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 അവറിൽ നമ്മളിപ്പോ ഇതിൽ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കിട്ടണമെങ്കിൽ എടുക്കുക. ചിലപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച തന്നെ പ്രൈസ് ഇങ്ങോട്ട് കയറി വരാം. ചിലപ്പോൾ ഒരാഴ്ച നിന്നിട്ടായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ചിലപ്പോൾ വെള്ളിയാഴ്ചയും ഇവിടെ തന്നെ പ്രൈസ് ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കറൻസിയാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. നമുക്ക് ഇന്റേണലൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് ഒരുവിധം എൻട്രി 50 മിനിറ്റ് എന്നൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് നോക്കാവുന്നതായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വഴി നോക്കാം എന്നതായിരുന്നു. പിന്നെ ഈ ദിവസം എടുക്കാതിരിക്കുന്നതാ ബെറ്റർ. അപ്പോൾ GBP/USD എനിക്ക് അത്രയും പറയാനുള്ളത്. നല്ലൊരു പൊസിഷനിലാണ് GBP നിൽക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ പതിയെ പതിയെ ആയിരിക്കും ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെല്ല് തന്നെ നോക്കാൻ പറ്റും. സെല്ലും ബൈയും നോക്കാട്ടോ, ഒരിക്കലും സെല്ലിലേക്ക് മാത്രം പിടിക്കരുത്. കറൻസിയാണ്. അപ്പൊ നമുക്ക് AUD നോക്കണമെങ്കിൽ നമ്മളുടെ ഒരു വലിയൊരു ട്രേഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇട്ടതാണ്. പല ആൾക്കാരുടെയും അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചതാണ്. ഒരുപാട് പേര് TP അടിക്കൂന്ന് തന്നെ പറഞ്ഞ്, കുറച്ച് പേര് അടിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ കറൻസി ആയതുകൊണ്ടാണ് അവർ അത് പറ്റില്ല, അത് നടക്കില്ല എന്ന് പറയുന്നത്. കറൻസിയിലുള്ള പ്രോബ്ലംസ് അതാ. മന്തിന്റെ നോക്കണമെങ്കിൽ ഈ ക്യാൻഡിലെ ഹൈ എടുത്തേക്കണോണ്ട് തന്നെ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാം. നമുക്ക് വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വീക്കിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു OB നിങ്ങൾക്ക് കാണാം അല്ലെ, ഇന്റേണലി. ഈ ഇന്റേണൽ OB വാലിഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡ് ആണ്. ഇത് ഒരു റിയാക്ഷൻ കിട്ടും. അപ്പൊ മന്തിന്റെ ഹൈ എടുത്തു, ഇന്റേണൽ ആ ഒരു OBയിൽ വന്നു. ഇപ്പൊ നമുക്ക് ഡേയുടെ നോക്കണമെങ്കിൽ ഡേയിൽ ഒരു ഇന്റേണലിൽ ഒരു OB ഉണ്ട്. ഇതിലൊക്കെ വന്നിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ഈ ഒരു ലിക്വിഡിറ്റി കംപ്ലീറ്റ് ഈ OB എടുത്തിട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ട്രേഡാണ് നമ്മളന്ന് പറഞ്ഞത്. ഈ ഒരു ബൈ എന്നാണ് നമ്മൾ എടുത്തതെന്ന് നോക്കി. ഈ ബൈ ഏകദേശം ജൂൺ 17-ാം തീയതി. ഇതിന്റെ TP അടിക്കുന്നത് എന്നാണ് നോക്കിയേ, ജൂലൈ 3-ാം തീയതി അല്ലെ. അപ്പൊ ഏകദേശം ഒരു 10-15 ദിവസത്തിന് മേളിലുണ്ട് അല്ലെ. 17-16 ദിവസത്തോളം നമ്മൾക്ക് പ്രൈസ് ഹോൾഡ് ചെയ്യേണ്ടി വന്നു, ട്രേഡ് ഹോൾഡ് ചെയ്യേണ്ടി വന്നു. കറൻസിയാണ്. അപ്പൊ അതേപോലെയുള്ള മൂവ്മെന്റും ഒക്കെ 4 അവറിന്റെ സ്ട്രക്ചറിൽ നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തേക്കണോണ്ട് തന്നെ 4 അവറിന്റെ സ്ട്രക്ചറിൽ നിന്ന് പ്രൈസ് ഇനിയും റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 4 അവറിൽ എവിടെയെങ്കിലൊക്കെ POI ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ നല്ല എഫിഷ്യൻസിയിലാണ് പ്രൈസ് പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ വല്ല OB ഒന്നും കാണാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഒരു OB. അപ്പൊ ഇവിടെ നിന്ന് ഈ ഐഡിയം എടുത്തിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ വന്ന് റിയാക്ട് ചെയ്യുക. ചിലപ്പോൾ ഈ ഐഡിയം എടുത്തിട്ട് നമ്മൾ പറഞ്ഞ OBയിലേക്ക് പോകുക, എന്നിട്ടായിരിക്കും പ്രൈസ് വരണം. ചിലപ്പോൾ ഡയറക്റ്റ് പോകുക. എന്നാലും തിരിച്ചു വരുമ്പോഴേക്ക് ഇതൊക്കെ റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ ട്രേഡ് എടുക്കാം. ഇപ്പോൾ 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓൾറെഡി ബുള്ളിഷ് ആണ്. നമുക്ക് 1 അവറിന്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിന്നും എടുക്കാവുന്നതാണ്. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു POI നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 50 മിനിറ്റിലാണെങ്കിലും പ്രൈസ് ഓൾറെഡി ബുള്ളിഷ് ആണ്. EUR/USD നമുക്ക് നോക്കാം. എനിക്ക് പറയുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നും വിചാരിക്കരുത് സൗണ്ട് ക്ലിയർ അല്ല എന്നും പറഞ്ഞ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഈ മാസം നോക്കുമ്പോൾ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ തന്നെയാണ് EUR/USD. വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് വീക്കിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു റിയാക്ഷൻ കിട്ടാനുള്ള റീസൺസ് ഒന്നും ഇല്ല. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, നല്ലൊരു ട്രേഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഡേയിലേക്ക് നോക്കാം. ഡേയിലേക്ക് നോക്കി കഴിയുമ്പോഴാണെങ്കിലും പ്രൈസ് ഈ ഹൈ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കട്ടെ. ഈ ഹൈ എടുത്ത് ചിലപ്പോൾ ഇതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഹൈ എടുത്തു കഴിഞ്ഞാൽ ഒരു പുൾ ബാക്ക് എടുക്കും. 4 അവറിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 അവറിന്റെ സെറ്റപ്പിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു സെല്ല് പറഞ്ഞായിരുന്നു. പക്ഷെ ഇതേവരെ ടാർഗറ്റ് അടിച്ചില്ല. അപ്പൊ വീണ്ടും ഇത്രയും പ്രൈസ് മൂവ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഇന്റേണൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ എടുത്തു. ഇപ്പൊ ഇവിടെ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഐഡിയം എടുത്തു, ഇവിടുത്തെ ഒരു ഇന്റേണലിന് എടുത്തു, ഇതും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൈസ് ഇവിടെ വരെ. ഇതൊരു ഹിഡൻ ഹോബി എന്നേ പറയുള്ളൂ. നിങ്ങൾക്ക് ഈ വിക്കായിട്ടൊക്കെ ഇത് ഫുൾ ക്യാൻഡിലായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഹൈ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇൻസൈഡ് ക്യാൻഡിലാ.
അപ്പോൾ ഒന്നെങ്കിൽ പ്രൈസ് ഈ വിക്കിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വിക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വിക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് മൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഹൈ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നൊരു വീണ്ടും ഒരു സെല്ല് നോക്കാവുന്നതാണ്. ഉണ്ടോ? 1 അവറിലേക്ക് വരാം. 1 അവറിൽ വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി 1 അവറിന്റെ എക്സ്ട്രീം ഓർബിൽ നിൽക്കുകയാണ്. ചിലപ്പോ ഇവിടെ നിന്ന് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ടായിരിക്കും പ്രൈസ് താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത. ഇതുകൊണ്ട് നല്ല രീതിയിൽ ന്യൂസൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ പ്രൈസ് ഇനിയും തിരിച്ച് കയറാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ പറയാൻ പറ്റൂല. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച CPI ന്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. CPI ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ദിവസം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ എക്കണോമിക് കലണ്ടർ യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തി ചോദിച്ചായിരുന്നു. MyFX ബുക്കും ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇതാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഫോറക്സ് ഫാക്ടറി നോക്കുന്നതാണ് നല്ലത്. അതിൻ്റെ അകത്ത് നമുക്ക് മാർക്കറ്റ് ഹോളിഡേ ആണെങ്കിൽ, അതായത് മാർക്കറ്റ് അല്ല, നമ്മുടെ ബാങ്ക് ഹോളിഡേ ഒക്കെ ആണെങ്കിൽ മെൻഷൻ ചെയ്യും. നമുക്കിപ്പോൾ ഈ ആഴ്ച എനിക്കൊന്നും ബുധനാഴ്ച വ്യാഴാഴ്ച മാർക്കറ്റ് ഹോളിഡേ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു, വ്യാഴാഴ്ച ഹോളിഡേ ഉണ്ടായിരുന്നു. അതേപോലെ വെള്ളിയാഴ്ച CPI ന്യൂസ് ആയിരുന്നു. അങ്ങനെ ഹൈ ഇമ്പാക്റ്റ് ന്യൂസുള്ള സമയങ്ങളിലും ശ്രദ്ധിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഹൈ ഇമ്പാക്റ്റ് ഒക്കെ ഓൾറെഡി റെഡിലിട്ട് ലോ മീഡിയം ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ പ്രീവിയസ് അതെന്തായാലും പ്രീവിയസിൽ റേഷ്യോ എന്തായിരുന്നു, ഇപ്പം എന്താണ് വിചാരിക്കുന്നത്, ഇത്രയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ കൂടാനുള്ള സാധ്യതയാണ് ആക്ച്വല്. പലപ്പോഴും ഇതിൻ്റെ അകത്ത് ആക്ച്വല് കാണിക്കാറില്ല ഈ ഒരു ഫോറക്സ് ഫാക്ടറിയിൽ. നമുക്ക് നെക്സ്റ്റ് വീക്ക്, ഈ വീക്ക് നോക്കിയിട്ട് കാര്യമില്ല അല്ലേ. ഞാൻ USDയിൽ GBPയിലൊക്കെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് അത് മാത്രമേ നോക്കാറുള്ളൂ. പക്ഷെ നിങ്ങൾ ഏത് പേരിലാണ് ചെയ്യണമെങ്കിൽ USDയുടെ ന്യൂസ് നിങ്ങൾ നോക്കണം. ഫെഡ് ചെയർ പൗളിൻ്റെ സ്പീച്ച് ഉണ്ട്, ഭയങ്കര ഹൈ ഇമ്പാക്റ്റ് ന്യൂസാണ്. ശ്രദ്ധിച്ച് വേണം ട്യൂസ്ഡേ ട്രേഡ് ചെയ്യുമ്പോൾ ആ സമയത്ത് ട്രേഡ് ചെയ്യാനായിട്ട്. ആ സമയത്ത് ട്രേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ സ്ലിപ്പേജ് ഇപ്പോഴായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഫെഡ് ചെയർ പൗൾ സ്പീച്ച് വീണ്ടും ഉണ്ട്, മിക്ക ദിവസവും ഉണ്ട്. അപ്പം അത് വളരെ ശ്രദ്ധിക്കുക. GDP ആണ്, അതും GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നല്ല ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ആണ്. ഇതാണ് ഈ ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്യാനേ പോകരുത്. CPI ന്യൂസ് ആണ്. അപ്പോൾ CPI ന്യൂസ് ഉള്ളത് 6 മണിക്ക് തേഴ്സ്ഡേ വ്യാഴാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ച അവിടെ പ്രൈസ് വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയൊക്കെ നിങ്ങൾക്ക് നല്ല ട്രേഡുകളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ന്യൂസ് ട്രേഡ് പരമാവധി എടുക്കാതിരിക്കുക. അപ്പോൾ ട്യൂസ്ഡേ മൺഡേ നല്ല രീതിയിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക. ആ ട്രേഡ് ഏതെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രേഡ്, നല്ല കൺഫർമേഷൻ കിട്ടണമെങ്കിൽ എടുക്കുക. അതേപോലെ ട്യൂസ്ഡേ വെനസ്ഡേക്ക് എടുക്കുക. ആ സ്പീച്ച് വളരെയധികം ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ മൂവ്മെന്റ് ഒക്കെ ആയിരിക്കും വരുന്നതെങ്കിൽ അവരുടെ പ്രസ്താവന അനുസരിച്ചിരിക്കും അടുത്ത മണിക്കൂറുകളിൽ ചിലപ്പോൾ പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷ് ആകും. ഈ ഫോറക്സ് ഫാക്ടറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനറിന് പോലും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ഇതിനകത്ത് എല്ലാം ആക്ച്വലി ഫോർകാസ്റ്റ് ചെയ്തേക്കുന്നത് എത്രയാണ്, പ്രീവിയസ് എത്രയാണ് ഒക്കെയാണ്. ഇപ്പം ഈ ന്യൂസിന് നടന്നത് നമുക്ക് ഫോമോ മെമ്മറീസ് വാൾ സ്പീക്ക് ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ജൂലൈ ഓക്കെ, നമ്മുടെ ന്യൂസും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബാങ്ക് ഹോളിഡേ ഒക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. മനസ്സിലായോ? ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ഹോളിഡേ ഒന്നും മറ്റേ അതിൽ കറക്റ്റായിട്ട് വരില്ല. അതേപോലെ അതിൽ ഇല്ലാത്ത പല ന്യൂസുകൾ ഇതിൽ കാണാറുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ന്യൂസുകൾ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കതിന് താല്പര്യമൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നോക്കാത്തത്. എന്നാലും എട്ടക്കൊക്കെ നോക്കും, മെയിനായിട്ട് അതാണ് നോക്കുന്നത്. ബാങ്ക് ഹോളിഡേ ഒന്നും അതിൽ കാണിക്കില്ല, അതുകൊണ്ടാണ് ഞാനിത്. അതിലും കാണിക്കും, അതിൽ നമുക്ക് നോക്കാൻ പറ്റും. പക്ഷെ ഇതിലാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ബാങ്ക് ഹോളിഡേ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഫോർകാസ്റ്റ് ചെയ്തേക്കണം കേട്ടോ, ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് നോക്കിയ CPI പ്രീവിയസ് ന്യൂസ് സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. CPI ഇല്ല. അപ്പം നമുക്ക് ആക്ച്വലി വരുന്നത് കറക്റ്റായിട്ട് ഇവർ മെൻഷൻ ചെയ്യാറുണ്ട്. മറ്റേതുപോലെയല്ല, മറ്റേത് ചിലപ്പോൾ ഡിലേ ആയിട്ട് കിടക്കും. നമുക്ക് എന്താണ് സംഭവിച്ചത്, പിന്നെ നമുക്ക് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ പബ്ലിക് ചാനലിൽ ഗോൾഡിനെ കുറിച്ചുള്ള ആഴ്ചയിൽ ഒരു എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ
നമ്മുടെ പബ്ലിക് ചാനലിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ഓൺലി ഗോൾഡ് മാത്രം. പിന്നെ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളുടെ പേഴ്സണൽ, എൻ്റെ സ്റ്റുഡൻറ്റിന് മാത്രമുള്ള പേഴ്സണൽ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.